നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്വാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അഥവാ DPPക്ക് മൂന്നാമതും അധികാരം ലഭിക്കാനിടയാക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന ചൈനയെ വല്ലാതെ അമർഷം കൊള്ളിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ DPP പരാജയപ്പെടുമെന്നും തങ്ങളുടെ കളിപ്പാവയായ KMT പാർട്ടി അധികാരം പിടിക്കുമെന്നായിരുന്നു ചൈനയുടെ കണക്കുകൂട്ടൽ. ഇത് പാടെ തെറ്റിക്കുന്നതാണ് DPPയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ചൈന സ്വന്തം ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള വില്യം ലായുടെ ഉജ്ജ്വല വിജയം. തായ്വാന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ലായ്ക്ക് 40% വോട്ട് ലഭിച്ചത് ചൈനയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ജനാധിപത്യ സമൂഹങ്ങളുടെയും വിജയമെന്നാണ് നിലവിൽ തായ്വാന്റെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശേഷിപ്പിച്ചത്. തായ്വാനെ ബലം പ്രയോഗിച്ച് ചൈനയോടെ ചേർക്കുമെന്ന് ആ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിരന്തരം ഭീഷണി മുഴക്കുന്നതിനിടെയാണ് ഇതിനെ എതിർക്കുന്ന പാർട്ടിക്കും നേതാവിനും വിജയം ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ തായ്വാൻ സന്ദർശിക്കുന്നതിനെ ചൈന തുടർച്ചയായി എതിർക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്തു പോരുകയാണ്. തങ്ങളെ അനുകൂലിക്കുന്ന പാർട്ടികളെ ജനാധിപത്യത്തിൻ്റെ മറ ഉപയോഗിച്ച് അധികാരത്തിലേറ്റാനാണ് ചൈനീസ് ഭരണകൂടം തായ്വാനിൽ ശ്രമിച്ചു പോരുന്നത്. ഇതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. തായ്വാനിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ജനാധിപത്യത്തിൻ്റെ വിജയമായി കണ്ട് ലോകരാജ്യങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങളും ചൈനയെ അരിശം കൊള്ളിക്കുകയാണ്. വോട്ടവകാശമുള്ളവരിൽ 72% പേരും വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ എതിർക്കുന്ന പാർട്ടിക്ക് തുടർച്ചയായി മൂന്നാമതും അധികാരം ലഭിക്കുന്നതിനെ ഉൾക്കൊള്ളാൻ ചൈനയ്ക്ക് കഴിയുന്നില്ല. തായ്വാനിലെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും കരുത്താണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് തായ്വാനിലെ ജനങ്ങളുടെയും ജനവിധിയെയും പ്രശംസിക്കുന്നത്. അനൗദ്യോഗിക അമേരിക്കൻ പ്രതിനിധി സംഘം തായ്വാൻ സന്ദർശിക്കാനിരിക്കെയാണ് അനുകൂലമായ ജനവിധി ആ രാജ്യത്തുണ്ടായിരിക്കുന്നത്. തായ്വാനുമായി സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധം മാത്രമേ സ്ഥാപിക്കൂവെന്ന അമേരിക്കൻ നിലപാടിന് വിരുദ്ധമാണ് DPPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളെന്ന് ചൈനയുടെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞു. തായ്വാന്റെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതികരിച്ച ഇംഗ്ലണ്ടിനെയും ചൈന ഇപ്പോൾ വിമർശിക്കുകയാണ്. തെറ്റായ കാര്യമാണ് ഇംഗ്ലണ്ട് ചെയ്യുന്നതെന്നും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന തരത്തിലുള്ള വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുമാണ് ചൈനീസ് എംബസി പറഞ്ഞിരിക്കുന്നത്. നിർണായക പങ്കാളിയും പ്രധാന സുഹൃത്തുമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തായ്വാനിലെ DPP വിജയത്തെ ജപ്പാൻ പ്രശംസിച്ചതും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഗുരുതര ഇടപെടലായിട്ടാണ് ചൈന കാണുന്നത്.